മണ്ണാർക്കാട് കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് ദാരുണാന്ത്യം. കച്ചേരിപ്പറമ്പ് കരടിയോട് ഫോറസ്റ്റ് വാച്ചർ ഷൈജുവാണ് മരിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിലാണ് 2 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇക്കാര്യം നാട്ടുകാരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. 10 അംഗ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് കാട്ടാനകളെ തുരത്താനായി പ്രദേശത്ത് എത്തിയത്. ഇതിനിടെ ഒരു കാട്ടാന തിരിഞ്ഞുവന്ന് ഷൈജുവിനെ ആക്രമിക്കുകയായിരുന്നു. മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ ആശുപത്രി സന്ദർശിച്ചു. സർക്കാരിൽ നിന്ന് വേണ്ട സഹായം ലഭ്യമാക്കാനുള്ള ഇടപെടലുണ്ടാകുമെന്ന് MLA പറഞ്ഞു. ഇത് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഈ വന്യജീവി ആക്രമണം ശക്തിപ്പെട്ടു വരികയാണ്. ഇത് തടയുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ഫണ്ടും സഹായവും കൊടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഈ വന്യജീവി ആക്രമണത്തെ നമുക്ക് ചെറുക്കാൻ സാധിക്കൂ. ആൾനാശവും കൃഷിനാശവും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേഖലയിൽ ഫെൻസിംഗ് ഏറെക്കുറെ ഈ സമയത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഫെൻസിങ്ങും ആന മറികടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഭവം തെളിയിക്കുന്നത്. ഇതിലിപ്പോൾ RRT ഒക്കെ ആനയെ തുരത്താൻ പോയിട്ടുണ്ട്. താൽക്കാലികം ഉണ്ടാക്കിയ ടീമിന്റെ ഭാഗമായിരുന്നു ഈ മരണപ്പെട്ട ഷൈജു. ഏതായിരുന്നാലും ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. വളരെ സങ്കടകരമാണ്. ഷൈജുവിന്റെ കുടുംബം വളരെ പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിന്റെ കൂടെ നമ്മളെല്ലാവരും നിൽക്കണം. ഡിപ്പാർട്ട്മെന്റും സർക്കാരും ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും നൽകണം. അതിനുവേണ്ടിയുള്ള എല്ലാ ഇടപെടലും ഞാനിപ്പോൾ വനം വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നുണ്ട്. മറ്റു ബന്ധപ്പെട്ടവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ലഭിച്ചാലും ഒരാളുടെ നഷ്ടത്തിന് പകരം അതാവില്ല. അപ്പോൾ ഒന്നുകൂടി ഞാനിപ്പോൾ DFOനോട് സംസാരിച്ചിരുന്നു. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറെ ജാഗ്രതയോടുകൂടി ഒന്നുകൂടി പ്രവർത്തിക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് നോക്കണം. ഈ സംഭവത്തിൽ നിങ്ങൾക്കൊക്കെ സത്യമായി വലിയ തോതിലുള്ള പ്രയാസമുണ്ട്. കാരണം ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ കാര്യത്തിലൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. ആ കുട്ടിക്ക് തന്നെ ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്നതിൽ വലിയ പ്രയാസമുണ്ട്. CCN മണ്ണാർക്കാട്.